അടുത്ത നാളിലാണ് ഞങ്ങൾ ഫോണിലൂടെ പരിചയപ്പെട്ടത്. അതെ, കൂടി വന്ന 2 ആഴ്ചയ്ക്ക് മുൻപ്. അവളെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല, എങ്കിലൊന്നും അറിയാമായിരുന്നു. എനിക്കും. കൊച്ചി നഗരത്തിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിലെ താമസത്തിനിടയിൽ അവളുടെ ഫോൺ കോളുകൾ എനിക്കൊരാശ്വാസം തന്നെ. തിരക്കിനിടയിലും ഫോണിലൂടെ ഞാൻ അവനിലേക്ക് എത്താൻ ശ്രമിച്ചു. അവൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവൻ വരാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ക്ഷണിച്ചത്. എന്തിനാണ് നമ്മൾ ഒരു മുറിയിൽ? പറ, എന്തിനാ ഒരുമിച്ച്? പുരുഷനും സ്ത്രീയും ഒറ്റയ്ക്കൊരു മുറിയിൽ ഒത്തുകൂടുന്നത് എന്തിനാ? എന്തിനാ? പറ. പറ, എന്തിനാ? തിരക്ക് കൂട്ടലടി, വരുന്നുകാരൻ ഇപ്പൊ വരും. ഞാനൊന്ന് അണിഞ്ഞൊരുങ്ങിക്കോട്ടെ. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വച്ചു. ഹലോ. ലോനപ്പേട്ടന് നന്ദി. 11 മണിവരെ. മിണ്ടലടി, നിന്നെക്കാൾ വിശപ്പുണ്ട് എനിക്ക്. ഇതേ പരമരഹസ്യ. നിന്റെ കാമുകനെ കാണുമ്പോ ഇതൊന്നും പറയരുതേ.
എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ഞാൻ ജ്യൂസ് എടുക്കാം. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ്. ഫോണിലൂടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി. എന്ത് കരുതി? ഇതാരാ? അതെന്റെ ഏട്ടനാ. 4 വർഷം മുൻപ് ജോലി തേടി പോയതാ. ഒടുവിൽ അറിഞ്ഞത് സ്വന്തം രാജ്യത്തിനെതിരെ ഏട്ടനൊരു ആയുധമാവുകയായിരുന്നു എന്ന്. ഇപ്പോ ജയിലില്ല. എന്റെ ജോലി എന്താണെന്നറിയോ അവൾക്ക്? ടൂറിസ്റ്റ് ഗൈഡാണെന്നല്ലേ പറഞ്ഞത്? ആ, ഗൈഡ് തന്നെ. കൊച്ചിയിലെ പെർഫെക്റ്റ് ജോബ് സെന്ററിൽ ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്തരമൊരു ജോലിയാകുമെന്ന്. പിന്നെ ഒരു ഒറ്റ കണ്ടീഷനെ മാനേജർ പറഞ്ഞോളൂ, ആ തള്ള ചവണരും ജോലി തുടർന്നു. ആ തള്ളയത്ത് കഴിഞ്ഞാൽ വേറൊരു തള്ള ഏൽപ്പിക്കും. തള്ളയോ? ഒന്നും പിടിയിട്ടില്ലല്ലേ? 5 ആൺമക്കളും 2 പെൺമക്കളുമുള്ള ഒരു കോടീശ്വരിയായ വൃദ്ധയെ നോക്കലാണ് എൻ്റെ പ്രൊഫഷൻ. തള്ളയെ കടൽ കാണിക്കുക, പാട്ട് കേൾപ്പിക്കുക, പിന്നെ ഓരോ മക്കൾക്കും വേണ്ടി ഡെയിലി മുത്തം കൊടുക്കുക. ഒരു തരം കോലം കെട്ടൻ. അപ്പൊ ഈ തള്ളയുടെ മക്കളൊക്കെ എവിടെയാ? മൂത്തവൻ അമേരിക്കയിലാ, ഒരുത്തൻ ഗദ്ദാഫിന്റെ നാട്ടിലാ, പിന്നെ ഒരുത്തൻ സൗദിയിലാ. ഇങ്ങനെ ഓരോരുത്തരും വിദേശത്ത് ജീവിതം ആഘോഷിക്കുക. അപ്പൊ ഇവിടെ തന്നെയാണ് വെപ്പും കുടിയും. കിടത്തി ഇവിടെ തന്നെ. ലോനപ്പേട്ടന്റെ മണമുള്ള ഈ അടുക്കള മുറി. ലോനപ്പേട്ടനോ? അതേത് കഥാപാത്ര? ഈ അടുക്കള മുറിയുടെ റിയൽ പാർട്ട്ണർ. നൈറ്റ് എനിക്കും ഡേ ലോനപ്പേട്ടനുമായി ഈ കിച്ചൺ ഹൃദയം പങ്കിടുന്നു. റിയൽ പാർട്ട്ണറോ? ലോനപ്പേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൊച്ചിയിൽ രാത്രിയിൽ തലചായ്ക്കാൻ ചുളുവാടയ്ക്ക് ഒരു സ്ഥലം അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാ വൈകിട്ട് 5 മുതൽ വെളുപ്പിന് 6 മണി വരെ ഒരു അടുക്കള ഒഴിവുണ്ടെന്ന് അറിഞ്ഞത്. പകൽ സമയത്ത് ഇവിടെ പ്രവേശനമില്ല. ഇവിടെ ലോനപ്പേട്ടനുണ്ടാവും. അതുകൊണ്ട് ഞാൻ വൈകിട്ട് 5:30 എത്തും. രാവിലെ ജോലിക്കിറങ്ങും. അപ്പൊ ലോനപ്പേട്ടൻ വരില്ലേ? ഇന്ന് ആത്മാക്കളുടെ ദിവസമാണത്രേ. ലോനപ്പേട്ടൻ താഴെയുള്ള മകൾ ജെസ്സിയുടെ ആത്മശാന്തിക്കായി ഇടവക പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. ജെസ്സിയോ? കന്യാസ്ത്രീ ആവാൻ പോയതാ. മഠത്തിന്റെ കോമ്പൗണ്ടിലെ കിണറ്റിൽ പിച്ചി ചീന്തിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി. ലോനപ്പേട്ടനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ലോനപ്പേട്ടന്റെ ജീവിതം എനിക്കറിയാം. ഇതാ കണ്ടില്ലേ, സിഗരറ്റ് പാക്കറ്റിലെ ഈ അക്ഷരങ്ങളിലൂടെയാണ് ഞാൻ 55കാരനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കടലാസിലെ ഒരു വശത്ത് എന്റെ വിശേഷങ്ങളും മറുവശത്ത് ലോനപ്പേട്ടന്റെ വിശേഷങ്ങളുമാണ്. സംഭവം തന്നെ നിങ്ങളിവിടുത്തെ ജീവിതം. ഇയാളുടെ വീട് എവിടെന്നാ പറഞ്ഞേ? പാലക്കാട് ജില്ലയിലെ പിപ്പിലിശ്ശേരിയിലെ എന്റെ വീട്. പിന്നെ എങ്ങനെയാ കോർപ്പറേറ്റ് നഗരമായ കൊച്ചിയിലെത്തിയത്? ഒരു പ്രണയമാണ് എന്നെ കൊച്ചിയിലെ സ്ഥിരതാമസക്കാരിയാക്കിയത്. നാട്ടിൽ വളം കച്ചവടത്തിന് എത്തിയതായിരുന്നു കക്ഷി. അവന്റെ മൊബൈലിൽ നിന്നൊരു മിസ് കോൾ വഴിയാ ഞങ്ങൾ പരിചയപ്പെട്ടത്. അവനിപ്പോ എവിടെയാ? നോ ഐഡിയ. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അവന് തിരയാ. നോർത്ത് ഇന്ത്യയിൽ ട്രെയിൻ ബോംബ് വെച്ച് തകർത്തത് അവനാണെന്ന പോലീസിന്റെ നിഗമനം. ഇപ്പൊ വീട്ടിലേക്കൊന്നും പോകാറില്ലേ? പോലീസ് നിത്യസന്ദർശകരാ എന്റെ വീട്ടില്. പ്രായമായ മാതാപിതാക്കളെ കാണാൻ ഇടയ്ക്ക് പാത്തും പതുങ്ങിയും ഞാൻ വീട്ടിൽ പോകാറുണ്ട്. എനിക്കും മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നാ പോലീസ് കരുതുന്നത്. ഹലോ,
എപ്പം മരിച്ചു? ഡെഡ് ബോഡി അങ്ങനെ നാട്ടിലെത്തിക്കും? യോ, എൻ്റെ അവസ്ഥ അറിയാലോ. ജീവച്ഛവമായ ആ തള്ളയെ ചോന്ന് നടക്കലാണ് എൻ്റെ ജോലി. മാക്സിമം 3 മണിക്കൂർ കൂടുതൽ അവരിൽ നിന്ന് വിട്ടൊക്കെ എനിക്ക് പറ്റില്ല. ഓക്കെ ശരി. നാട്ടിൽ നിന്ന് ഗോപാലേട്ടനാ. ടവറിൻ്റെ പണിക്ക് വന്ന ഒറീസക്കാരൻ പയ്യൻ വീണ് മരിച്ചു. അവൻ്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കാൻ കൂടെ പോകാൻ ആർക്കും ധൈര്യമില്ല. ഞാനെങ്ങനെ പോകാനാ, അറിയാലോ. ഇപ്പൊ കേരളത്തിൽ മുഴുവൻ ഒറീസക്കാരും ബംഗാളികളുമാ. ഇവരെ ചൂഷണം ചെയ്ത് മറ്റു ചിലരും കടന്നുകൂടിയിട്ടുണ്ട്. അയ്യോ പാവം, കിച്ചുവിന്റെ വാലിന്റെ രോമം ഒക്കെ പോയി. വേദനിച്ചോടി. അയ്യോ പോട്ടേട്ടോ, നിന്റെ കാമുകം വരുമ്പോ പറഞ്ഞു കൊടുക്കാം. കിട്ടി. ഒരു ദിവസം ഞാൻ നടന്നു വരികയായിരുന്നു മഴയത്ത്. റെയിൽവേ ട്രാക്കിനടുത്തുള്ള കാനേന്ന് കിട്ടിയതാ. പാവം തോന്നി, ഞാൻ എടുത്തോണ്ട് പോന്നു. മിണ്ടാനും പറയാനും ഒരു കൂട്ട്. ഇപ്പൊ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒക്കേത്തിനും ഒരേ സ്വഭാവ. ഒക്കേത്തിനും കടിച്ചു കീറണം. സൗമ്യയുടെ കാര്യം തന്നെ കണ്ടില്ലേ? എനിക്ക് ഉറപ്പാ ഗോവിന്ദചാമിക്ക് തൂക്കേറ് തന്നെ. അത് തന്നെ എല്ലാരും ആഗ്രഹിക്കുന്നേ. നല്ല പച്ചച്ചാള വറക്കുന്ന മണം. കിച്ചു പോട്ടെ, സാരല്ലടി. അപ്പുറത്തൊരു തമിഴന്റെ പൂച്ചയാ. അത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇതിനെ വന്ന് കടിക്കും. ഒരു കോക്കം പൂച്ച. പൂച്ചയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ കൂട്ടുകാരത്തിയാ. അവൾക്കൊരു പൂച്ചയുണ്ട്, മാളു. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു നുണയാകും. എൻ്റെ പ്രണയത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പച്ചച്ചാളുടെ മണം എവിടെ നിന്നാന്ന്. പച്ചച്ചാളിയും പ്രണയം തമ്മിൽ എന്താ റിലേഷൻ? പച്ചച്ചാളുടെ മണമായിരുന്നു ഞങ്ങളുടെ ചുംബനങ്ങൾക്ക്. ചാലക്കുടിയിൽ പില്ലശ്ശേരി മലയുടെ താഴ്വരയിലാണ് എൻ്റെ ഗ്രാമം. മൊട്ടക്കൊന്നുകൾക്കിടയിലൂടെ പാമ്പുകൾ ഇഴവിരിഞ്ഞ് കിടക്കുന്ന പോലുള്ള നാട്ടുവഴിയിലൂടെ അവൾ തുപ്പലപ്പടക്കം തേടി നടന്നു വരുമായിരുന്നു. ഞായറാഴ്ചകൾ ഉച്ചയൂണ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കണ്ടുമുട്ടൽ. വാസന്തി ചേച്ചി തൂങ്ങി മരിച്ച പാലമരത്തിൻ്റെ അടിയിൽ വെച്ച് അവൾ തന്ന ഉമ്മകൾക്ക് പച്ചച്ചാളുടെ മണം തന്നെയായിരുന്നു. അപ്പൊ നല്ല സുന്ദരിയായിരിക്കല്ലോ നിങ്ങളുടെ ഗ്രാമം. എൻ്റെ കാമുകയേക്കാൾ സുന്ദരിയായിരുന്നു എൻ്റെ ഗ്രാമം. ഇന്നവളെ മണ്ണുമാന്തികൾ വന്ന് പിച്ചു ചീന്തി. ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം. എല്ലാം മാറി. രാമേട്ടൻ ജോസഫേട്ടനായി. സഖാവ് രാഘവൻ ഫ്ലാറ്റിലേക്ക് ജീവിതം മാറ്റി. പുഷ്പം പേരും രൂപവും മാറ്റി പുഷ്പാവതിയായി. മാറാത്ത കുമാരൻ്റെ പ്രേതം മാത്രം. കഴിഞ്ഞ ആഴ്ച അർദ്ധരാത്രി അച്ഛനോട് ചോദിച്ചത്രേ, സഖാവെ നമുക്കൊരു പന്തം കൊളുത്തി ചായ നടത്തിയാലോന്ന്. ഈ വാതിലൊന്നും തുറക്കാറില്ലേ? അല്ലെങ്കിലോ കുടിസുമുറി. ശ്വാസം മുട്ടില്ലേ? ഒന്ന് തുറന്നു നോക്കിയേ, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. അടുത്ത ഫ്ലാറ്റ് മുഴുവൻ അവര് കൈയടക്കി. നാട്ടിലെ ഒരു കോളനി ഇപ്പൊ അവരുടെ കയ്യിലാ. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ നാട്ടില്? വീട്ടിലേക്ക് വല്ലപ്പോഴാ പോകുന്നെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. സോമാലിയൻ കൊള്ളക്കാരെ തട്ടിക്കൊണ്ടുപോയ ഷുക്കൂറിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. കരിയാട് പാടശേഖരം മുഴുവൻ പട്ടാളപ്പുഴു കീഴടക്കി.
അതോടെ കടത്തിൽ മുങ്ങിയ ഭാസ്കരേട്ടനും കുടുംബവും കഴിഞ്ഞാഴ്ച ആത്മഹത്യ ചെയ്തു. 1.5 വർഷം മുമ്പ് കാണാതായ മിനിമോളെക്കുറിച്ച് ഇതുവരെയും എന്താ സഖാവെ ഓർമ്മിപ്പിക്കാതിരുന്നേ? ഞാൻ മറന്നുപോയി.